ഹലോ ഡിയേഴ്സ്, നമുക്ക് കമൻറ്റായിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒരു മെയിൻ വീഡിയോയിൽ കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യന് തന്നെ പല കമൻസിൽ ആൻസർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ ഒരു വീഡിയോ ആക്കി തന്നെ ഇടാം കേട്ടോ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2 ടയർ ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു ടിൻ സൈസാണ്. ഞാൻ 8 ഇഞ്ചും 5 ഇഞ്ചും ആണ് എടുക്കുന്നത്. അതായത് ഒരുപാട് ഹൈറ്റ് അല്ല, നമുക്ക് ഒരു 2 ടയറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിൻ സൈസാണ് 8 ഇഞ്ചും 5 ഇഞ്ചും എന്ന് പറയുന്നത്. നമുക്ക് നല്ല ടോളായിട്ട് വേണം എന്നാണെങ്കിൽ 7 ഇഞ്ചിലും 5 ഇഞ്ചിലും ചെയ്യാം, അല്ലെങ്കിൽ 7 ഇഞ്ചിലും 4 ഇഞ്ചിലും ചെയ്യാം. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അതായത് നല്ല വലുപ്പം ഉണ്ടാകും, അത്യാവശ്യം ഹൈറ്റും ഉണ്ടാകും. ആ ഒരു ടിൻ സൈസ് എന്ന് പറയുന്നത് 8ഉം 5ഉം ആണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മളുടെ ഗനാഷാണ്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റാണ്. അപ്പോൾ ഈ ഗനാഷിൻ്റെ കാര്യം നമ്മൾ ഒരു ഫുൾ വീഡിയോ ആക്കി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരിക്കലും ലൂസായി പോകരുത്. കാരണം നമ്മളിപ്പോൾ കേക്ക് ചെയ്യുമ്പോൾ ലൂസായി പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ ടോപ്പിലത്തെ ലെയർ വയ്ക്കുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഗനാഷ് സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം മാറിപ്പോവും. പിന്നെ ഗനാഷ് ലൂസ് ആവുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചോക്ലേറ്റിൻ്റെ അളവ് കുറയും. അപ്പോൾ ആ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളൊരു ഫുൾ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഗനാഷിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാ സംശയവും മാറിക്കിട്ടും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ കട്ട പിടിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഓവർ ഹീറ്റായി പോകുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചോക്ലേറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലുള്ള പൊട്ടിപ്പോവാത്തൊരു ചില്ലിൻ്റെ ബൗൾ നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുക. ഈ സ്റ്റീൽ ബൗളും ചില്ല് ബൗളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്റ്റീൽ ബൗളിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ലംസ് കുറവായിരിക്കും നമ്മൾ ചില്ല് ബൗളിൽ ചെയ്യുമ്പോൾ. അതെന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിതുപോലെ ആരോ പറയുന്നത് കേട്ടിട്ടൊന്ന് പരീക്ഷിച്ചതാണ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഒരു ലംസ് ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കട്ട പിടിക്കാൻ തുടങ്ങുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഫുള്ളാക്കി കട്ട പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം പിന്നെയും ചൂട് കൊടുക്കും തോറും ഇതിങ്ങനെ കട്ട പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മുറുകി പോകുന്നുണ്ടല്ലോ, ലൂസാകാതെ ഇത് മുറുകി പോവുകയാണല്ലോ എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ നമ്മളത് ആ ചൂടിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ട് കൈ വിടാതെ ചൂടൊന്നും കൊടുക്കാതെ കുറച്ച് സമയം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കട്ട കെട്ടി പോവരുത്, അതിന് മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഓവർ ഹീറ്റ് അല്ലാതെ ചെറിയൊരു ഹീറ്റിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ചോക്ലേറ്റ് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നല്ല സൂപ്പർ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഫിനിഷ് കോട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, ഇതിങ്ങനെ ഫ്രീസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു 15 കിലോമീറ്റർ ഫ്രീസ് ചെയ്യണമെന്ന്. 15 കിലോമീറ്റർ കാർ എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ 2 വീലറിന് പോകുമ്പോൾ റിസ്ക്കാണ്. കാറ് പോലെയല്ല, അല്ലെങ്കിൽ ബസ് പോലെയല്ല, ഓട്ടോ പോലെയല്ല. 2 വീലറിന് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല റിസ്ക്കി പരിപാടി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്യുന്നത്. കാറിൽ AC ഒക്കെ ആയിട്ട് അത് ഓക്കെ ആയിരിക്കും, പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കുറേ സമയം പുറത്തിരിക്കേണ്ടതാണെങ്കിൽ മാത്രം നമ്മൾ ഫ്രീസ് ചെയ്യുന്ന കാര്യം നോക്കിയാൽ മതി. ഒരു ഓവർനൈറ്റ് ഒന്ന് സെറ്റാക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത്, പ്രിൻ്റ് എടുക്കുമ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഫുൾ ഷീറ്റ് ഞാൻ നടുക്ക് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഞാൻ വിചാരിക്കുന്നത് വീഡിയോ എടുത്തേക്കാമെന്ന്. അപ്പോൾ ഇതാ ഈ ഒരു ഫുൾ ഷീറ്റ് ഫുൾ A3 സൈസിലാണ് നമ്മളിങ്ങനെ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മാഷയുടെ ആ ഒരു തീം ഫുള്ളായിട്ട് അത് അങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. അതൊരു A4 സൈസിൻ്റെ ഒരു സൈസിൽ ഫുള്ളായിട്ട് വരുന്നൊരു പ്രിൻറ്റിൻ്റെ ഒരു കാര്യമാണ് ആ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് അതുപോലെ തന്നെ അവരോട് പറഞ്ഞിട്ട്, അതായത് ഒരു A3യുടെ പകുതിയാണ് A4 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു A3യുടെ കറക്റ്റ് പകുതിയിൽ ആ ഒരു ഫുള്ള് പ്രിൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവരതങ്ങനെ എടുത്ത് തന്നപ്പോഴേക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സൈസ് ഒപ്പിച്ച് കിട്ടിയിട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത്, ഇത് ഞാൻ സൈസ് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. ഇത് വേറൊരു കേക്കിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി പോർഷനിൽ അവർ അത് തന്നെ വെച്ചു എന്നേ ഉള്ളൂ.
അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഹൈറ്റാണ് എപ്പോഴും മെൻഷൻ ചെയ്യുന്നത് അവരോട്. ഇത്ര ഹൈറ്റ്, നമുക്കിപ്പോൾ നമ്മളുടെ കേക്കിന് ഇത്ര ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആ കേക്കിൽ എത്ര ഹൈറ്റിൽ ഈ സംഭവങ്ങളൊക്കെ വരണം എന്ന് നമ്മൾ ആലോചിച്ചിട്ട് ഒരു സ്കെയിലെടുത്ത് നമുക്ക് അളന്നാൽ തീരാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ A4 സൈസിൽ ഇതുപോലെ തന്നെ വരുന്നത് കൊണ്ട് ഇതിൻ്റെ അളവെല്ലാം നമ്മളൊന്നും ചെയ്യേണ്ട, അത് കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ ഉണ്ടാവും. നമുക്ക് അല്ലാതെ നമ്മളിങ്ങനെ സിംഗിളായിട്ട് ഇപ്പോൾ ബാക്കി ആ ഒരു 2 ചെടി ആ ഒരു ബലൂണൊക്കെ സെപ്പറേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഇന്ന അളവെന്ന് പറയുമ്പോഴേക്കും അവർ കറക്റ്റായിട്ട് അതുപോലെ എടുത്ത് തരും കേട്ടോ. ഇതൊരു എന്താ പറയുക, വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു പേപ്പറാണ്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ കേക്കിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ സെല്ലോ ടേപ്പും കാര്യങ്ങളും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മാക്സിമം നമ്മളെപ്പോഴും കേക്ക് കൊണ്ടുപോകുന്നതിന് കുറച്ച് മുന്നേ ആയിരിക്കും ഇതൊക്കെ എല്ലാം കേക്കിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേ സമയമൊക്കെ പുറത്തിരുന്ന, അതായത് പുറത്തല്ല ഫ്രിഡ്ജിൽ തന്നെയാണെങ്കിലും ഒരുപാട് സമയം കാത്തിരുന്ന് മുറിക്കേണ്ടി വരുന്ന കേക്കുകളിൽ ഇതിൻ്റെ കളറൊന്നും മങ്ങിയല്ല, ആ ഒരു വാട്ടർ ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പോലെ ആകുന്നത് അത്രേ ഉണ്ടാവാറുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്, ചില കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലെ കളറൊന്നും ഇളകത്തില്ല, ഒരു പ്രശ്നവുമില്ല. അത് നല്ലൊരു പേപ്പറാണ് കേട്ടോ. സ്റ്റുഡിയോ പ്രിൻ്റ് അല്ലെങ്കിൽ ലേസർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എടുത്താൽ മതി. സ്റ്റുഡിയോ പ്രിൻ്റ് കുറച്ചുകൂടി റേറ്റ് വരും. ഇത് ലേസർ പ്രിൻ്റാണ്. ഇത് നമുക്കൊരു 100ൽ താഴെ നമുക്ക് ആ ഒരു ഫുൾ A3 പേപ്പറിൽ കിട്ടും കേട്ടോ. അത് ഓരോ സ്ഥലത്തെയും റേറ്റ് അനുസരിച്ചിട്ട് കിട്ടും. നമുക്കിപ്പോൾ ഒരു 100ൽ താഴെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമുക്കൊരു JCB കൂട്ടി ടോപ്പിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് സെറ്റാക്കി. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ കുഞ്ഞ് സെറ്റിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് ഒരുപോലെ വരുന്ന കുറേ കമൻസിൻ്റെ ഒരു ആൻസറാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൂടി പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എനിക്കറിയാവുന്നതാണല്ലോ, ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.